നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ. ജഗദീശ്വരനായ പാർത്ഥസാരഥിയുടെ ഉപദേശം നാം തന്നെ നമ്മെ സമുദ്ധരിക്കണം എന്നുള്ളതാണ്. വേദവും ഇത് തന്നെയാണ് പ്രസ്താവിക്കുന്നത്. കാരണം മനുഷ്യന്റെ ശത്രു അവൻ തന്നെയാണ്, അവന്റെ സുഹൃത്തും അവൻ തന്നെയാണ്. അവന്റെ ജീവിത ലക്ഷ്യവുമായി താദാത്മ്യം പ്രാപിക്കുന്നതിന് അവന്റെ മനസ്സ് അവനോട് സഹകരിക്കുമെങ്കിൽ ആ മനസ്സ് അവന്റെ സുഹൃത്താണ്. അഥവാ സഹകരിക്കാൻ അവൻ പ്രേരിപ്പിക്കുമെങ്കിൽ ആ ശ്രമം തന്നെ ഒരു സുഹൃത് ഭാവം ഉണ്ടാക്കുവാനുള്ളതാണ്. ആധ്യാത്മിക തലത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു പരിശ്രമവും വ്യർത്ഥമല്ല, അത് നിക്ഷേപമാണ്. നമ്മളുടെ പേരിൽ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഒരിക്കലും അത് വ്യർത്ഥമാവുകയില്ല. അതായത് നാം എത്ര മുന്നോട്ട് പോയോ അവിടുന്ന് മുതൽ പിന്നീട് മുന്നോട്ട് പോയാൽ മതി. പിന്നീട് പിന്നോട്ട് വന്ന് വീണ്ടും യാത്ര ആരംഭിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മാർഗത്തിന്റെ രഹസ്യം അതാണ്. ആധ്യാത്മിക തലത്തിൽ ചെയ്യുന്ന പ്രവർത്തനം നിക്ഷേപമാണ്, വേസ്റ്റ് അല്ല എന്നർത്ഥം. വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. തുടർച്ചയായിട്ടുള്ള ഈ പരിശ്രമം നമ്മെ നമ്മുടെ സുഹൃത്താക്കും. അഥവാ ഈ പരിശ്രമം ഇല്ലെങ്കിലോ അലസതയും നിദ്രയും ജഡമായിട്ടുള്ള താമസിക പ്രകൃതിയും മറ്റും വന്ന് നമ്മുടെ ജീവിതത്തെ അത് പൂർണ്ണമായിട്ടും അധഃപതിപ്പിക്കും. അപ്പോൾ ആരാണ് അവന്റെ ബന്ധു, ആരാണ് അവന്റെ മിത്രൻ എന്ന് വളരെ വിസ്തൃതമായി ഭഗവാൻ പ്രഖ്യാപിച്ചു. ഇനി മാത്രമല്ല, അങ്ങനെ കർമ്മയോഗത്തിലൂടെ നമ്മൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ മുഴുവനും ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ക്രമേണ നമ്മൾക്ക് മനഃശുദ്ധി വരികയും പുതിയ പുതിയ വാസനകൾ, അഭിലാഷങ്ങൾ, സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വരാതിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അതിശുദ്ധമായിട്ടുള്ള മനസ്സ് അനന്തമായ അവാച്യമായൊരു സുഖം അനുഭവിക്കുന്നു. ചിദാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത. അങ്ങനെയുള്ള ആള് വരുന്നതായിട്ടുള്ള സമസ്ത അനുഭവങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നു. ശീതം ഉഷ്ണം ശാരീരിക തലത്തിൽ, സുഖം ദുഃഖം മാനസിക തലത്തിൽ, ബഹുമാനം അപമാനം ബുദ്ധിതലത്തിൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈരുദ്ധ്യങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അവയെല്ലാറ്റിലും അദ്ദേഹം ഈശ്വരനെ ദർശിക്കുന്നു. ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോ. മാത്രമല്ല വിജിതേന്ദ്രിയ, ആരാണോ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആള് ആണ് യഥാർത്ഥത്തിൽ സുഖി എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. അങ്ങനെയാണ് നാം എല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ തോന്നുന്നത് നമുക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുക,
നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുക, അതാണ് സ്വാതന്ത്ര്യം എന്നാണ് നാം വിചാരിച്ചിരിക്കുന്നത്. അത് സ്വാതന്ത്ര്യമല്ല, മറിച്ച് അത് മൃഗീയമായിട്ടുള്ളൊരു ചേഷ്ടയാണ്. സഹജമായിട്ടുള്ള പ്രേരണകൾ കൊണ്ട് ജീവിക്കുന്നത് ആരാണ്? മൃഗപക്ഷികളാണ്. അതുകൊണ്ട് അഭിമന്യ സ്വാമി ചിന്മയാനന്ദജി ഫ്രീഡത്തിനെ, സ്വാതന്ത്ര്യത്തിനെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? നോട്ട് ടു ഡു വാട്ട് യു ഫീൽ ലൈക്ക് ഡൂയിങ് ഈസ് ഫ്രീഡം എന്ന്. നോട്ട് ടു ഡു വാട്ട് യു ഫീൽ ലൈക്ക് ഡൂയിങ് ഈസ് ഫ്രീഡം. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതിനെ ചെയ്യാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. നമുക്ക് പെട്ടെന്നൊരു ഒരു ഒരു അസ്വസ്ഥം തോന്നും, പക്ഷേ സ്ഥായിയായി അല്പം കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ സമാഹിത മനസ്സിന്റെ ആ ശീതമായിട്ടുള്ള ഭാവം. അപ്പോൾ നിയന്ത്രണം ആവശ്യമാണ്. ആ നിയന്ത്രണം മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ആരെയും ഭയന്നിട്ടല്ല, നാം തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. അതിന്റെ ആവശ്യം നാം കണ്ടെത്തണമെന്നർത്ഥം. സ്വന്തം അച്ചടക്കത്തിന് വിധേയമാക്കുക. അത് വേറെ ആരും പറഞ്ഞിട്ടല്ല, ആ ലക്ഷ്യപ്രാപ്തിക്ക് ഇത് ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്നു. അതാണ് വിചിരേന്ദ്രിയ. ലക്ഷ്യത്തിന്റെ സ്മരണയും ആ ലക്ഷ്യത്തിന്റെ മഹിമയും ലക്ഷ്യത്തെ പ്രാപിച്ചാലുണ്ടാകുന്നതായിട്ടുള്ള വാച്യമായ സുഖവും സംഘർഷങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പശ്ചാത്താപങ്ങളിൽ നിന്നുമുള്ളതായിട്ടുള്ള വിമുക്തിയും അനന്തമായ സുഖവും, അതായത് താൻ മരിക്കുന്നില്ല, തന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം അമൃത സ്വഭാവമാണ് എന്ന് ബോധ്യമാകുമ്പോൾ മാത്രമാണ് നമുക്ക് നിയന്ത്രണത്തിന്റെ മഹാത്മ്യം മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആള് പിന്നീട് സമസ്ത പദാർത്ഥങ്ങളിലും യുക്ത ഇത്യുച്ഛതേ യോഗി സമലോഷ്ടാസ്മകാഞ്ചന. കല്ലായാലും ശരി, മണ്ണായാലും ശരി, സ്വർണമായാലും ശരി, എല്ലാറ്റിലും അദ്ദേഹം ഈശ്വരനെ ദർശിക്കുന്നു എന്നർത്ഥം. സമസ്തവും ഏകമായിട്ടുള്ള മൂല്യമാകുന്നു. എല്ലാം അദ്വൈതത്തിൻ്റെതായിട്ടുള്ള വിലാസം. നിരർത്ഥകമായിട്ടുള്ളത് യാതൊന്നുമില്ല. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അതിൽ കവിഞ്ഞതിനൊരു മൂല്യമില്ല എന്നർത്ഥം. അതായത് എത്ര മൂല്യമായിട്ടുള്ളതായാലും അത് ഇവിടെ മാത്രമാണ്, ഈ തലത്തിൽ മാത്രമാണ്, വേറൊരു തലത്തിലില്ല. എന്തിനധികം ഇവിടെ ഈ തലത്തിൽ പോകട്ടെ. നിങ്ങൾക്ക് ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് വിചാരിച്ചു. ആ ടിക്കറ്റ് കൊണ്ട് നിങ്ങൾ കൺസേൺ ബാങ്കിൽ പോകുന്നു. ബാക്കിയുള്ള എല്ലാ ഉപചാരതയും കഴിഞ്ഞ് ഒരു 25,000 ഉറുപ്പിക നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് തന്നു. 25,000 രൂപ എടുക്കുന്നു. 25,000 രൂപ എടുത്ത് അതിങ്ങനെ 100ന്റെ 2 കെട്ടുകളാ, പിന്നെ 50ന്റെ ഒരു കെട്ട്. 100ന്റെ ഒരു കെട്ട് വന്ന വഴിയും കൗണ്ടറിലൂടെ വന്ന വഴി പെട്ടെന്ന് നിങ്ങൾ ഉണർന്നു. കാരണം അത് സ്വപ്നമായിരുന്നു. പിന്നെ ഉണർന്നു കഴിഞ്ഞാല് 100ന്റെ 16 പേരിലൂടെ കയ്യിലായില്ലേ? ആ 16 കൊണ്ട് ഇവിടെ ചെലവാക്കാൻ പറ്റുമോ? കാരണം ആ പൈസ ഉണർന്ന വഴിയും ഇല്ലാതായി. 15,000 രൂപ എനിക്ക് കൗണ്ടറിൽ നിന്ന് ഇനിയും കെട്ടാനുണ്ട്. അതുമില്ല. കയ്യിൽ കിട്ടിയത് കയ്യിലുണ്ടോ? ഇല്ല. അതായത് ഒരു തലത്തിൽ നിന്ന്, ഒരു ബോധമണ്ഡലത്തിൽ നിന്ന് വേറൊരു ബോധമണ്ഡലത്തിലോട്ട് പോകുമ്പോൾ തന്നെ പണത്തിന് മൂല്യമില്ലാതാവുന്നു. നിങ്ങളുടെ ഇവിടുത്തെ കറൻസി സ്വപ്നത്തിൽ എടുക്കുകയില്ല. സ്വപ്നത്തിൽ നിങ്ങളുടെ കറൻസി ഇവിടുത്തെ ബാങ്കിൽ എടുക്കുകയില്ല. അത് അവിടെ മാത്രമേ ഉള്ളൂ മൂല്യം. അല്ലാന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് ഇത്ര സ്വർണം വേണ്ട എന്റെ ലോക്കറില. ആയിക്കോട്ടെ, വിരോധമില്ല. സ്വപ്നത്തിലെ ലോക്കറിലായിരിക്കും, ഇവിടെ ആയിരിക്കില്ല. ഇവിടുത്തെ സ്വർണം അവിടെയുമില്ല, മറ്റേ നമുക്ക് ഉപയോഗമില്ല. ഇവിടെ മാത്രം, ജാഗ്രത അവസ്ഥയിൽ മാത്രം. അതായത് പദാർത്ഥങ്ങളുടെ മൂല്യം ഓരോ ബോധതലത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് മുഴുവനും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതറിയുന്ന ആളാണ് വിജിതേന്ദ്രിയ. സ്വാഭാവികമായിട്ടും ആ ഉന്നതത്തിലോട്ട് എത്തുന്നതായിട്ടുള്ള ആള് മണ്ണിനെയും കല്ലിനെയും സ്വർണത്തിനെയും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നല്ല, മറിച്ച് അവയ്ക്ക് അത്രയേ മൂല്യമുള്ളൂ. അതായത് എന്നും സ്ഥിരവും ശാശ്വതവും അനന്തവുമായിട്ടുള്ള ഭാവം ആത്മസ്വരൂപമാണ്. അദ്ദേഹമാണ് സത്യം. അദ്ദേഹത്തിൽ കുറഞ്ഞ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള സത്യവുമില്ല. അതിനാൽ അദ്ദേഹം സമസ്തത്തിനെയും ഏകമായിട്ട് കാണുന്നു. മാത്രമല്ല
കല്ലിനെയും മണ്ണിനെയും എന്ന് പറയുമ്പോൾ ജഡപദാർത്ഥങ്ങളുമായിട്ടൊരു മഹാത്മാവിന്റെ മാനസികമായിട്ടുള്ള ഭാവമാണ് പറയുന്നത്. മറിച്ച് ജനങ്ങളോടുകൂടെ ബന്ധപ്പെടുമ്പോഴോ എന്നുള്ള നാം കണ്ടു. സുഹൃത്ത്, മിത്രം, ഉദാസീന, അരി, മധ്യസ്ഥ, ദ്വേഷി, ബന്ധു, സാധു, പാപി. വൈവിധ്യങ്ങളാർന്നതായിട്ടുള്ള മനുഷ്യബന്ധങ്ങളിലെല്ലാം സമബുദ്ധിർവിശിഷ്യതേ. എല്ലാറ്റിലും അദ്ദേഹം ഈശ്വരനെ ദർശിക്കുന്നു. അതായത് ജീവിത ലക്ഷ്യം ഈശ്വര ദർശനം ആണ്. അത് എപ്പോഴും സാധിക്കുകയും വേണം. അതിനുള്ള ഉപായങ്ങളാണ് നാം ചെയ്യുന്നതായിട്ടുള്ള സമസ്ത ആധ്യാത്മിക കർമ്മങ്ങളും. നമ്മുടെ വ്രതങ്ങൾ, നമ്മുടെ ഉപവാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മന്ത്രം, ജപം, മറ്റുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ, എന്തിനധികം ക്ഷേത്രദർശനം, ഇപ്പോൾ നാം കേൾക്കുന്നതായിട്ടുള്ള ഭഗവത്ഗീത, അതിനെക്കുറിച്ച് നാം സ്വയം ചിന്തിക്കുന്നു, മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നു, ധ്യാനവും പരിശീലിക്കുന്നു. ധ്യാനവും ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലോട്ടുള്ള പടിയാണ്, അവസാനത്തെ പടിയാണെന്ന് മാത്രം. എല്ലാവരുടെയും ഈശ്വരനെ ദർശിക്കുകയാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിക്കുന്നതായിട്ടുള്ള രീതി, അതായത് ഇങ്ങനെ നമുക്ക് സാധിക്കണം. സുഹൃൻ മിത്രാർ ഉദാസീന മധ്യസ്ഥ ദേശബന്ധുഷു സാധുഷഭുജ പാപേഷു സമബുദ്ധിർവിശേഷത. ഒന്ന്. പിന്നെ സമലോഷ്ടാസ്മ കാഞ്ചന. ഇതെപ്പോഴും സാധിക്കണം. അതായത് അന്തർമുഖമായി എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള മനസ്സിന്റെ വ്യാപാരങ്ങളിൽ നിന്നും അകന്നാൽ മാത്രമേ ആധ്യാത്മികതയുള്ളൂ എന്നല്ല. നമ്മോട് അല്പനേരം കണ്ണടച്ചിരിക്കുവാൻ പറയുന്നത് എന്തിനാണ്? കണ്ണു തുറന്നാലും നാം എല്ലായിടത്തും ഈശ്വരനെ കാണും എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണടച്ചിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈശ്വരന്റെ അനുഭവം. അത് ഈശ്വര ദർശനമാവുകയില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് ധ്യാനം 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 എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിൽപ്പന ചരക്കായിട്ടുണ്ട്. പലർക്കും, എല്ലാവർക്കും ധ്യാനിക്കണം. നമുക്ക് ധ്യാനിക്കാം, ഒരു മീറ്റിംഗ് പോലെയായി. അതായത് ഈ ടൂറിസ്റ്റ് സെന്ററിലൊക്കെ ഇന്ന് ആയുർവേദ ചികിത്സ, സുഖചികിത്സ വരുന്നത് പോലെ അങ്ങനെ ആയിട്ടുണ്ട്. പലരും പലതരത്തിലുള്ളതായിട്ടുള്ള രീതികളാണ് പറയുന്നത്. എന്തിനാണ് നാം ധ്യാനിക്കുന്നത്? എന്താണ് ധ്യാനിക്കേണ്ട വിഷയം? എന്താണ് ധ്യാനം? അതുകൊണ്ട് എന്താണ്? ഇതുകൊണ്ട് ഒന്നും അറിയാതെ നമുക്കിതിനെ കുറിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ധ്യാനം ചെയ്താൽ BP ഉണ്ടെങ്കിൽ അത് കുറയും, ലോ BP ഉണ്ടെങ്കിൽ അത് നോർമലിൽ വരും. ആയിക്കോട്ടെ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനല്ല ധ്യാനം. ദേഷ്യം പോവാൻ, പലതരത്തിലുള്ളതായിട്ടുള്ള ഒരു സങ്കല്പമാണ് ധ്യാനം. എന്താണ് ധ്യാനം എന്ന് സാക്ഷാൽ ജഗദീശ്വരനായിട്ടുള്ള ഭഗവാന്റെ കയ്യിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു മാർഗദർശനം ലഭിക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നാം ധരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള മിക്ക സങ്കല്പങ്ങളെയും വേരോടെ പിഴുതെറിയുന്നതാണ് ഇപ്പോൾ നാം ഇനി കാണാൻ പോകുന്നതായിട്ടുള്ള വിഷയം. അതായത് എല്ലായിടത്തും അനായാസേന ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുന്നതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ധ്യാനം. അതുകൊണ്ട് ധ്യാനം ഒരിക്കലും ലക്ഷ്യമല്ല. സമസ്ത പദാർത്ഥങ്ങളിലും 74 മണിക്കൂറും 365 ദിവസവും ഒരു ശ്രമവുമില്ലാതെ ഈശ്വരനെ ദർശിക്കുക, അതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ധ്യാനം. അതിനാൽ അടുത്ത ശ്ലോകം മുതൽ വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ആശയങ്ങളാണ്. അത് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലുപരി നമുക്ക് ആർക്കും ഒരു മാർഗനിർദ്ദേശം തരാനേ ഇല്ല. കാരണം നേരിട്ട് ജഗദീശ്വരൻ നമുക്ക് തരുന്നതായിട്ടുള്ള
നിർദ്ദേശങ്ങളാണ്. യോഗി യുഞ്ജീത യോഗി യുഞ്ജീത സതതം യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ നിരാശീര പരിഗ്രഹഃ യോഗി യുഞ്ജീത സതതം യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ നിരാശീര പരിഗ്രഹഃ. യോഗി കർമ്മയോഗി എന്നർത്ഥം. അതായത് അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ആരാണോ കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ അവനവൻ്റെതായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നത് അവനാണ് സന്യാസി, അവനാണ് യോഗി എന്ന്. ആ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് 6-ാം അധ്യായം ആരംഭിച്ചത് തന്നെ. അതിനാൽ യോഗി എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ, എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള, അനവധി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട, ബാധ്യതകൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള മനുഷ്യൻ. അങ്ങനെയുള്ള ആൾ യോഗി. അല്പസമയം, അതായത് ഏതേതൊക്കെ ആധ്യാത്മികങ്ങളായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണോ ഇപ്പോൾ നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ അതുപോലെ തുടരുക. ഈ ശ്രവണത്തിന്റെ വെളിച്ചത്തിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊന്നും ഇപ്പോൾ ഒരു അഭിപ്രായം രൂപീകരിക്കാതിരിക്കുക. ഇതുവരെ ചെയ്യുന്നതായിട്ടുള്ള അനുഷ്ഠാനം അതുപോലെ തുടർന്ന് ഇനി മുതൽ അല്പനേരം ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നതായ രീതി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക. അതായത് നാം മൂല്യങ്ങളെ ആദരിക്കുമ്പോഴേ നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ സാർത്ഥകമാവും. 23.5 മണിക്കൂറും ജീവിത ലക്ഷ്യം എന്താണെന്നുള്ള ബോധത്തോടുകൂടെ ജീവിക്കുന്നവനെ അരമണിക്കൂർ ധ്യാനം പരിശീലിക്കാൻ സാധിക്കൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, 23.5 മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആത്യന്തികമായി നേടേണ്ടത് എന്നുള്ള ബോധം ഇല്ലാതെ നമുക്ക് അരമണിക്കൂർ ധ്യാനം പരിശീലിക്കാൻ സാധ്യമല്ല. അരമണിക്കൂർ ഞാൻ പറയുന്നത് വളരെ ദീർഘമാണ്. നമ്മൾ അരമണിക്കൂറൊന്നും ഇരിക്കാൻ പോകുന്നില്ല. ഇരിക്കാൻ ശ്രമിച്ചാൽ അറിയാം എന്താ സംഗതി എന്ന്. ചെറു പറയാറുണ്ട്, ഞാൻ 1 മണിക്കൂർ ഇരുന്ന് ധ്യാനിക്കാറുണ്ട്. അവരുടനെ നമസ്കരിക്കുക. 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. എന്ന് തന്നെയായാലും നമുക്ക് നേരിട്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കാണാം. അതായത് മൂല്യങ്ങളെ ആദരിച്ചുകൊണ്ട് നിയന്ത്രണപരമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് അവർ അല്പനേരം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ധ്യാനം സാഫല്യത്തിൽ എത്തും. അങ്ങനെയുള്ള ആൾ യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യസ്ഥിത. രഹസ്യസ്ഥിത ബാഹ്യപരമായിട്ടുള്ള യാതൊരു ഉപദ്രവങ്ങളും ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഏകാക്കി, അതായത് ഏകയായി. നാം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഏകനായി ഉറങ്ങുന്നത് പോലെ നാം മാത്രമാണ്, വേറെ ആർക്കും അവിടെ പ്രവേശനമില്ല. അതുപോലെ രഹസ്യസ്ഥിത, ബാഹ്യപരമായി ഉപദ്രവമൊന്നും ഇല്ലാത്തുള്ള ഒരു സ്ഥലത്ത്. അങ്ങനെയുള്ളൊരു സ്ഥലം തന്നെ നമ്മൾ കാണുകയില്ല. കോഴിക്കോട്ട് പറയും വേണ്ട. അതുകൊണ്ട് ധ്യാനം നിർത്തിവെക്കാൻ പറ്റുമോ?
ഇല്ല. അതുകൊണ്ട് രഹസ്യസ്ഥിത എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ തന്നെ മറ്റുള്ളവർക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പേ എന്നർത്ഥം. ഇനിയോ നമ്മൾ ചെയ്യുന്നത് അവരോട് പറയുകയും വേണ്ട. കാരണം അവർ പറഞ്ഞാൽ പിന്നെ നാളെ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് രഹസ്യ എന്നുള്ളത്. രഹസ്യസ്ഥിത. ബാഹ്യപരമായി ഒരു ഉപദ്രവമൊന്നും ഇല്ലാത്തതായിട്ടുള്ള സ്ഥലത്ത് ഏകനായിരുന്ന് യോഗി, കർമ്മയോഗി യുഞ്ചീത സതതം ആത്മാനം, അവന്റെ ആത്മസ്വരൂപത്തിനെ, അതായത് അവന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള അവന്റെ വ്യക്തിത്വത്തെ യുഞ്ചീത യോജിപ്പിക്കട്ടെ. എങ്ങനെ യോജിപ്പിക്കണം? സതതം വളരെ പ്രധാനമാണ്. സതതം എന്ന് വെച്ചാൽ നാം ധ്യാനത്തിന് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ, ധ്യാനത്തിന് ഇരുന്നാൽ ആ ഇരിക്കുന്നതായിട്ടുള്ള സമയം അത് മാത്രമേ ചിന്തിക്കാൻ പാടൂ. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് മുഴുവനും സതതം എന്നുള്ള പദത്തിന് അർത്ഥം അതാണ്. പലപ്പോഴും നോക്കിയിട്ടുണ്ടോ, നാം ധ്യാനത്തിന് ഇരുന്ന് കഴിഞ്ഞ ശേഷം അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചിന്തയും വരും. അപ്പോൾ എന്തിനാണ് നാം ഇരിക്കുന്നത് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. നിശ്ചയിച്ചതായിട്ടുള്ള ആ നിഗമനത്തെ ഉടനീളം ധ്യാനത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക. ഇതിനൊക്കെ ഇച്ഛാശക്തി വേണം. അതിനാൽ ധ്യാനത്തിന് ഇരിക്കുന്നതായിട്ടുള്ള ആൾ സതതം ആ സമയം മുഴുവനും താൻ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് ബോധപൂർവം നിലനിർത്തട്ടെ. ഏകാകി യഥചിത്താത്മ. ബാഹ്യപരമായിട്ട് താൻ ഏകനാണ്, മാനസികപരമായിട്ടും താൻ ഏകനാണ്. ഈ സമയം എനിക്ക് ആരോടും ഒരു ബന്ധമില്ല, ഞാനും ഈശ്വരനും മാത്രം. ഞാൻ ഇപ്പോൾ അമ്മയല്ല, സഹോദരിയല്ല, അച്ഛനല്ല, സഹോദരനല്ല, മകനല്ല, മകളല്ല, ഔദ്യോഗിക രംഗത്ത് ഒരു ഉത്തരവാദിത്വമുള്ള ആളല്ല, ഒരു പൗരനല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, ആരുമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ദാസൻ മാത്രം, അദ്ദേഹത്തിന്റെ ഭക്തൻ. ഈ മഹത്തായിട്ടുള്ള പ്രപഞ്ചം രചിച്ചതായിട്ടുള്ള അനന്തമായ ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ ചിന്തിക്കുന്ന, അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു എളിയ ഭക്തൻ. വേറെ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള ബന്ധങ്ങളും ആ സമയത്ത് പാടുകയില്ല. അപ്പോൾ തന്നെ 70% ധ്യാനം വിജയിച്ചു. അപ്പോൾ തന്നെ ആ ചിന്ത വന്നാൽ മതി. ധ്യാന സമയത്ത് നാം ആരുമല്ല. തൽക്കാലം നമ്മൾ എല്ലാ ബന്ധങ്ങളും മാറ്റിവെക്കുന്ന, ഇതൊക്കെ നമുക്ക് സാധിക്കുന്നില്ല, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ മുമ്പ് ഒറ്റയ്ക്ക് പോകണ്ടേ? വിദേശത്തൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് ഐസിയുവിൽ കൊണ്ടുപോകുമ്പോഴോ ഒറ്റയ്ക്ക് പോകണ്ടേ? ആരും പോകാതിരിക്കട്ടെ. എന്തുകൊണ്ട് ആരോഗ്യത്തോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ശ്രമിച്ചുകൂടാ? അപ്പോൾ ഏകാകി യഥചിത്താത്മ, അതായത് മനസ്സ് ഇങ്ങനെ ഇരുന്നാലും, അതിനിരിക്കാൻ ശ്രമിച്ചാലും മനസ്സ് വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും മനസ്സിനെ യഥം നിയന്ത്രിതം, ലക്ഷ്യത്തിലോട്ട് നയിക്കുന്ന രീതിയിൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നിരാശി അപരിഗ്രഹ. നിരാശി എന്നുള്ള പദം മലയാളത്തിലുള്ള നിരാശയല്ല. നിരാശി എന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയും ഇല്ലാതെ, ഇപ്പോൾ ഞാൻ നാളത്തെക്കുറിച്ചോ മറ്റന്നാളത്തെക്കുറിച്ചോ ഒരു മാസത്തിനപ്പുറത്തെയോ ഒരു വർഷത്തെയോ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ സമസ്ത പ്രതീക്ഷകളിൽ നിന്നും അകന്ന് നിരാശി, അതായത് വർത്തമാനകാലത്തിൽ ഞാൻ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. അപരിഗ്രഹ, പരിഗ്രഹം എന്റേത് എന്നുള്ളതായിട്ടുള്ള അഭിമാനം, ഇതൊക്കെ എന്റേതാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം. നമ്മുടെ കയ്യിൽ അതുണ്ടാവുകയില്ല.
മനസ്സിലെപ്പോഴും നമ്മളുടെ എന്തൊക്കെയാണോ അതൊക്കെ എന്റേതാണെന്നുള്ളതായൊരു ഭാവം ഉണ്ടാവും. എന്റെ മക്കളുണ്ട്, മക്കളുടെ മക്കൾ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബാങ്ക് ബാലൻസ്, സെറ്റ്സുകൾ, എന്റെ വാഹനം. അപ്പോൾ ധ്യാന സമയത്ത് നിങ്ങൾ ഒന്നിന്റെയും ഉടമസ്ഥനല്ല. പരിഗ്രഹം എന്റേതാണെന്നുള്ളതായിട്ടുള്ള അഭിമാനം. ആ പരിഗ്രഹ ഒന്നും എന്റേതല്ല. ഈ ശരീരം പോലും എന്റേതല്ല. അദ്ദേഹം ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ശരീരം ഏത് സമയത്തും അദ്ദേഹത്തിന് തിരിച്ചെടുക്കാം. എന്റേതായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിൽ സ്വാധീനം വേണം. പക്ഷേ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ശരീരം പോലും പൂർണ്ണമായും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും വിധേയത്തിലുമാണെങ്കിൽ ഇത് സംബന്ധമായിട്ടുള്ളത് എങ്ങനെ എന്റേതാവും? ഇത് യാഥാർത്ഥ്യമാണ്, ഇത് വാസ്തവമാണ്. അതിനാൽ അപരിഗ്രഹ, ഞാനെന്നും എന്റേതുമുള്ളതായിട്ട് ഒന്നിലും അപ്പോൾ അഭിമാനിക്കാതെ നോക്കണം. ധ്യാനത്തിനെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് ഒരാൾ ധ്യാനിക്കാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പ്രായോഗികതയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന യോഗി യുഞ്ചീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാകി യതചിത്താത്മാ നിരാശീരപരിഗ്രഹ. തുടർന്ന് പ്രതിഷ്ഠാപ്യ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം ചൈലാജിനകുശോത്തരം ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം ചൈലാജിനകുശോത്തരം. വീണ്ടും ഭഗവാൻ ഈ രീതിയെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നു. ശുചൗ ദേശേ, ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത്. അതായത് ബാഹ്യപരമായിട്ടുള്ള അശുദ്ധി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോൾ നാം എവിടെയാണ് ധ്യാനിക്കേണ്ടത്? ആ സ്ഥലവും ശുദ്ധമായിരിക്കണം, ശുദ്ധവായുവിന്റെ സഞ്ചാരം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളും ശുദ്ധായിരിക്കണം. നേരത്തെയൊക്കെ കുളിച്ച് വൃത്തിയായി നവവസ്ത്രങ്ങൾ ഉടുത്ത്, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ഇരിക്കുന്ന രീതി സ്വീകരിക്കുക. സ്ഥിരമാസനം, അതായത് ഏതൊരു സ്ഥിതിയിൽ ഇരുന്നാലാണോ ആ സ്ഥിതിയിൽ ഒരു 5-10 മിനിറ്റ് അതുപോലെ ഇരിക്കുക. ഇതിനെയാണ് സ്ഥിരം ആസനം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. ഇതത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇരുന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ ഈ 1.5 മണിക്കൂറിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൊസിഷൻ മാറ്റുന്നു. സ്വാമിജി എപ്പോഴും പറയാറുണ്ട്, ഈ ബോംബെയിലെ ചൗപ്പാത്തി ബീച്ചിലൊക്കെ അദ്ദേഹത്തിന്റെ ജ്ഞാനയജ്ഞം നടക്കുമ്പോൾ 15,000 to 20,000 ജനങ്ങൾ ഒന്നിച്ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള പന്തലൊന്നും പറ്റുകയില്ല, കാരണം അത്രയും ജനങ്ങളായിരിക്കും. അപ്പോൾ സ്വാമിജി സ്റ്റേജിലിടുന്ന് നോക്കുന്ന സമയത്ത് അത് കാണാൻ നല്ല രസോത്തര. കാരണം പല ആൾക്കാരും അവിടെ ഇടുന്നിട്ട് ഇങ്ങനെ ഒരു തേര് പോലെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കുക. ഈ മണലുണ്ടല്ലോ സമുദ്രതീരത്ത്, അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കേൾക്കുന്നുണ്ടാവും. അതേ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അഥവാ പുല്ലുപായിലാണ് ഇരിക്കുന്നതെങ്കിലോ അത് യജ്ഞം കഴിയുമ്പോഴേക്കും അതിൽ ഇഴയൊന്നും ഉണ്ടാവില്ല. നമ്മൾ അറിയില്ല. കാരണം അല്പനേരം നമുക്ക് നിശ്ചലമായിരിക്കാൻ സാധ്യമല്ല.
സ്ഥിരമാസനം, ആ ശാരീരികമായിട്ടുള്ള അച്ചടക്കം തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയണം. അതുകൊണ്ട് ആദ്യം തന്നെ ഏതൊരു സ്ഥിതിയിൽ ഇരുന്നാലാണോ ആ സ്ഥിതിയിൽ ഒരു 10 മിനിറ്റ് അതുപോലെ ഇരിക്കാൻ സാധിക്കുക. എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ മുമ്പിലോട്ടോ, 1 മില്ലിമീറ്റർ പിന്നിലോട്ടോ, 1 മില്ലിമീറ്റർ വലത്തോട്ടോ, 1 മില്ലിമീറ്റർ ഇടത്തോട്ടോ ചായരുത്. ഇനി ഏത് സ്ഥിതിയാണോ നിങ്ങൾക്ക് സൗകര്യം അത് തന്നെയാണ് സ്ഥിരമാസനം. നിങ്ങളുടെ സൗകര്യമാണ് പ്രധാനം. ഏത് സ്ഥിതിയിൽ നിങ്ങൾ ഇരുന്നാലാണോ ആ സ്ഥിതിയിൽ അല്പനേരം തുടർച്ചയായിട്ട്, അതായത് ഇന്ന ആസനത്തിൽ ഇരുന്നാലേ ധ്യാനം പറ്റൂ എന്നില്ല. അത് വളരെ പ്രധാനമാണ്. സ്ഥിരമാസനം, ആത്മനഃ അവനവന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള സ്ഥിതി. അത്യുച്ഛ്രിതം. ഇനിയിപ്പോ ഏകാഗി, സ്ഥിരചിത്താത്മ എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ആരെയും ഉപദ്രവമൊന്നും പാടില്ല എന്ന് പറഞ്ഞ് വീട്ടിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ പോയിട്ടൊന്നും ഇരിക്കുമെന്ന് അത്യുച്ഛ്രിതം. കാരണം ചിലവർക്ക് ആവേശം കൂടുതൽ അതൊക്കെ കേൾക്കുമ്പോ ഉടനെ ഇതൊക്കെ പ്രായോഗികം. ഓട്ടിന്റെ മുകളിൽ, മച്ചിൻ പുറത്ത്. അത്യുച്ഛ്രിതം, അതായത് അധികം ഉയരമുള്ള ഒരു സ്ഥലമോ, അതിനീചം. ചിലവരുണ്ട്, ഞാൻ ധ്യാനത്തിന് പോവാണ്, അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്, എന്നാലേ ധ്യാനം ശരിയാവുള്ളൂ. അതിനീചം, അത്യന്തം താഴ്ന്നതായ സ്ഥലത്തോ അല്ലെങ്കിൽ അത്യന്തം ഉയർന്നതായിട്ടുള്ള സ്ഥലത്തോ വേണമെന്നില്ല. അത് രണ്ടും നിഷേധിക്കുകയാണ് ഭഗവാൻ. ഭൂഗർഭത്തിൽ പോകേണ്ട ആവശ്യമില്ല ധ്യാനത്തിന്, പർവ്വതത്തിന്റെ ശിഖരത്തിലും പോകേണ്ട ആവശ്യമില്ല. അത്യുച്ഛ്രിതം അതിനീചം, അതായത് അത്യന്ത ശുദ്ധമായിട്ടുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്ത്, നല്ല വായുസഞ്ചാരമുള്ളതായിട്ടുള്ള സ്ഥലത്ത് കുളിച്ച് വൃത്തിയായി നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ആസനത്തെ സ്വീകരിക്കുക, ഒരു ആസന സ്ഥിതിയെ സ്വീകരിക്കുക. ഇനി ഏതിന്റെ മുകളിലാണ് ഇരിക്കേണ്ടത്? ചൈലാജിന കുശോത്തരം. ചൈലം മൃദുവസ്ത്രം, അജിനം ഒരു മൃഗചർമ്മം, കുശം ദർഭപുല്ല്. അന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒന്നും ഇത്രത്തോളം വികസിച്ചിട്ടില്ല. ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഈ വക കാര്യങ്ങളാണ് അന്ന് സുലഭമായിട്ടുള്ളത്. ദർഭപുല്ല് ധാരാളം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിജനമായിട്ടുള്ള സ്ഥലത്ത്. ഉത്തരേന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ളതായിട്ടുള്ള സമയം, പ്രത്യേകിച്ച് ഈ സമയവും ഒക്കെ ഹരിയാന, പഞ്ചാബ്, എല്ലാം ഇവിടേക്കാണല്ലോ ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ നടന്നിരിക്കുന്നത്. വീണ്ടും ഗാന്ധാരിയുടെ സ്ഥലം തന്നെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ്, അന്നത്തെ ഗാന്ധാരം. അപ്പോൾ അവിടെയൊക്കെ കഠിനമായിട്ടുള്ള ശൈത്യമാണ്. അപ്പോൾ ആ ശൈത്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ആദ്യം ആ ചതുപ്പ് നിലത്തിലെ ശൈത്യമില്ലാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം ദർഭപുല്ല്, അതിന്റെ മുകളിൽ മൃഗചർമ്മം. ഓർമ്മിക്കുക, മൃഗചർമ്മം മൃഗങ്ങളെ കൊന്നിട്ടുള്ളതല്ല. മുമ്പ് ക്ഷത്രിയ രാജാക്കന്മാർ നായാട്ടിന് പോയിരുന്നു. ആ നായാട്ട് തന്നെ അവരുടെ വിനോദത്തിന് വേണ്ടി ആയിരുന്നില്ല. അതായത് നമ്മളുടെ ദേശീയ വരുമാനം കാർഷിക ഉൽപ്പന്നത്തെ ആശ്രയിച്ചിട്ടാണ്. അത് വൈദിക കാലം മുതൽക്ക് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും വൻ കാടുകളിൽ നിന്നൊക്കെ മൃഗങ്ങൾ ഒന്നിച്ചിറങ്ങി വിള നശിക്കുന്നതായിട്ടുള്ള സമയത്ത് അന്നത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ സൈന്യം രാജാവിനോട് കൂടെ ഇറങ്ങി, കുതിരപ്പുറത്ത് ഇറങ്ങി അവർ ഈ മൃഗങ്ങളെ മുഴുവനും വീണ്ടും കാട്ടിലോട്ട് തന്നെ അയച്ചിരുന്നു. എന്നാൽ വിള നശിക്കുകയില്ല. അപ്പോൾ ചില മൃഗങ്ങളൊക്കെ പോവാത്തതായിട്ടുള്ള മൃഗങ്ങൾ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതായിട്ടുള്ള മൃഗങ്ങൾ അവർ കൊന്നിരുന്നു. ഇനി വനത്തിൽ തന്നെ മറ്റുള്ള മൃഗങ്ങളെ കൊല്ലുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ മാംസം മാത്രമേ അത് ഭക്ഷിക്കുന്നുള്ളൂ.
വെള്ളത്തിലും മഴയിലും മറ്റേ വെയിലിലും ഒക്കെ കിടന്നുകൊണ്ട് ആ മാംസം മുഴുവനും ചൂർണിച്ച് മണ്ണോട് പോയി കഴിഞ്ഞാൽ ഈ ചർമ്മം അവിടെ കിടക്കുന്നുണ്ടാവും. ഋഷീശ്വരന്മാർ മുഴുവനും അവരുടെ കിടക്ക വിരിയായിട്ട് ഇരിക്കുന്നതിനുള്ള സ്ഥിതിയായിട്ട് ഈ ചർമ്മത്തെ എടുത്ത് കഴുകി ഉണക്കി ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് മൃഗചർമ്മം, മൃദുലമായിട്ടുള്ള മൃഗചർമ്മം ധ്യാനത്തിലിരിക്കുന്ന ഒരു ഉപകരണമായി തീർന്നത്. അതിനെ അവർ ഉപയോഗിച്ചു എന്ന് മാത്രം. പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള അതിനെ അവർ ഉപയോഗിച്ചു. അതല്ലാതെ വേറെ തരത്തിലൊരിക്കലും അതിനെ വിചാരിക്കരുത്. അപ്പോൾ താഴെ ദർഭപ്പുല്ല്, അതിനു മുകളിൽ മൃഗചർമ്മം. ഇനി ആ മൃഗചർമ്മം അതൊരു സ്കിന്നല്ലേ, നമ്മുടെ ത്വക്കും അതുമായിട്ട് യോജിച്ച് ഇനി വേർത്ത് എന്തെങ്കിലും ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവേണ്ട. അതുകൊണ്ട് ഒരു വസ്ത്രം, മൃദുവശൈലം. ഉത്തരം എന്ന് വെച്ചാൽ ഒന്നിനു മുകളിൽ ഒന്നായെന്നർത്ഥം. കുശത്തിനുപരി മൃഗചർമ്മം, മൃഗചർമ്മത്തിനുപരി മൃദുവസ്ത്രം. ഇത്രയും ഇരുന്ന് ഇനിയിപ്പോ നമുക്ക് കുശവോ അതല്ലെങ്കിൽ മൃഗചർമ്മമോ മൃദുവസ്ത്രമൊന്നും ഇന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു ബെഡ്ഷീറ്റ്, നല്ല ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ ഇരുന്നാൽ മതി. ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ധ്യാനം നീട്ടിവെക്കണ്ട, അത് കിട്ടുന്നത് വരെ. എന്നാ പിന്നെ നമ്മൾ ചെയ്യൂല, എന്തെങ്കിലും ഒന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണം പറയാൻ. അപ്പോൾ അത് അന്ന് അർജുനനോട് പറഞ്ഞാണ്. കാരണം അർജുനൻ അത് മാത്രമേ സാധിക്കുകയുള്ളൂ. അന്ന് ക്ഷത്രിയ രാജാവിന് പോലും അതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛൃതം നാതിനീചം ശൈലാജിന കുശോത്തരം. നിങ്ങൾ ഇരിക്കുന്നതായ രീതിയെക്കുറിച്ച് ഇനിയും ഭഗവാൻ പ്രതിപാദിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ കൂടുതൽ വിശദമാക്കാം.